സന്തോഷത്തിലാണ്. പ്രേക്ഷകർ പടം കണ്ടതിലുപരി പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ടു എന്നറിയുമ്പോഴാണ് നമുക്ക് സന്തോഷം. നമ്മൾ ഈ പറയുന്ന പോലെ നമ്മളൊരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരു 3-4 മാസം അതിനുവേണ്ടി ജോലി എടുത്തിട്ട് ലാസ്റ്റ് ഇരുന്ന് ഇവിടെ തിയേറ്ററിൽ വന്ന് അവരോട് ഇരിക്കുമ്പോഴാണ് നമുക്ക് അതിനൊരു പൂർണ്ണമായിട്ടൊരു തൃപ്തി അല്ലെങ്കിൽ അത് കംപ്ലീറ്റ് ആവുക എന്ന് പറയുന്നത്. ഇന്നായിരുന്നു ആ സുദിനം. ഒരുപാട് ഹാപ്പിയാണ്. കാരണം ഭയങ്കര അഭിപ്രായമുള്ളൂ. പടം നല്ല അഭിപ്രായം ഉണ്ട് കേട്ടോ, ഗംഭീര അഭിപ്രായം ഉണ്ട്. ഫാമിലിയായിട്ട് തന്നെ പോയി കാണണം. ലെവലെത്തിക്കണം. താങ്ക് യു സാർ. അപ്പോൾ അതാണ് നമ്മൾ പ്രേക്ഷകരോടൊപ്പം ഇരുന്ന് കാണുമ്പോൾ എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞു. നമ്മുടെ സ്ക്രീനിൻ്റെ തൊട്ടിപ്പുറത്ത് സ്ക്രീനിൽ ഉള്ളവർ നമ്മൾ ഇറങ്ങി വന്നപ്പോൾ അവരും ഒന്ന് പറഞ്ഞു സിനിമ നല്ല അഭിപ്രായമാണല്ലോ എന്ന് പറയുന്നത്. അത് കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷം. നമ്മളെ ജഡ്ജ്മെൻറ്റ് തെറ്റിയില്ല. നമ്മൾ സെലക്ട് ചെയ്യുന്ന സിനിമകൾ നമ്മുടെ ജഡ്ജ്മെൻറ്റ് തെറ്റിയില്ല എന്ന് മനസ്സിലാകുന്നു. അപ്പോൾ എന്തായാലും പ്രേക്ഷകർ വരിക എന്നുള്ളതാണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ട് എല്ലാവരും തിയേറ്ററിൽ വന്ന് സിനിമ കാണുക. എത്രയും പെട്ടെന്ന് തന്നെ വലിയ പടങ്ങളാണ്. ടർബോ ഒക്കെ അടുത്ത ആഴ്ച ഉണ്ട്. അപ്പോൾ അതൊക്കെ വന്ന് എല്ലാവരും അങ്ങോട്ട് പോകുന്നതിന് മുമ്പ് അതിന് മുൻപ് ഇതും കൂടെ ഒന്ന് കാണണം. കാരണം നല്ല സിനിമ ആയതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ വന്ന് സിനിമ അതെ വ്യത്യസ്തമാണ്. ഇപ്പോൾ എല്ലാവരും അതെ നമുക്ക് പെർഫോം ചെയ്യാനുണ്ട്. നമുക്ക് ഒരു ഉള്ളിലുണ്ട്, നമ്മൾ ആ ഓരോ സീക്വൻസ് നമ്മുടെ ഉള്ളിലുണ്ട്. അങ്ങനത്തെ ക്യാരക്ടേഴ്സ് നമ്മളിലേക്ക് വരിക എന്ന് പറയുന്നത് തന്നെ വലിയ ഭാഗ്യമാണ്. അപ്പോൾ ആ സിനിമ മൊത്തത്തിൽ നന്നാവുക, എല്ലാവർക്കും ഇഷ്ടപ്പെടുക എന്ന് പറയുമ്പം ദൈവാനുഗ്രഹം പ്രേക്ഷകരുടെ പിന്തുണ ഉണ്ടാവും എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന കാര്യം. നല്ല സിനിമകൾ എന്നും അവർ സ്വീകരിച്ചിട്ടുണ്ട്. ഈ അടുത്ത് കണ്ട ഉദാഹരണങ്ങൾ ഒരുപാടാണ്. നല്ല സിനിമകൾ, അത് ചെറുതോ വലുതോ, വലിയ ആക്ടറിൻ്റെ സിനിമയോ സൂപ്പർ സ്റ്റാറിൻ്റെ സിനിമയോ അങ്ങനെയല്ല, നല്ല കണ്ടൻറ്റുള്ള സിനിമയാണെന്നുണ്ടെങ്കിൽ പ്രേക്ഷകർ സിനിമയ്ക്കൊപ്പം ഉണ്ട്. ആ വിശ്വാസത്തിലാണ് ഞങ്ങൾ ഈ സിനിമയായിട്ടപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പം അഭിപ്രായങ്ങൾ കേൾക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ കേൾക്കുന്നത് നല്ലത് എന്നായിരിക്കും. അതുകൊണ്ട് എല്ലാവരും അത് കേട്ട് കഴിയുമ്പോൾ തിയേറ്ററിലേക്ക് വരിക, ഈ സിനിമയെ കണ്ട് വിജയിപ്പിക്കുക. അതാണ് തീർച്ചയായും കോമ്പിനേഷൻ ഇല്ല. അതെ, പ്രധാന നടനും നടിയുമാണെങ്കിലും ഞങ്ങൾ തമ്മിൽ കോമ്പിനേഷൻ സീൻസ് ഇല്ല. പക്ഷേ ഈ പറയുന്ന പോലെ ഡയറക്ടർ ആദ്യം തന്നെ പറഞ്ഞിരുന്നു ഇത് അനു തന്നെ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ എന്തായാലും സിനിമ തിയേറ്ററിൽ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലായി ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ നിന്ന് സിനിമ കാണാം. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു. CID രാമചന്ദ്രൻ റിട്ടയർഡ് SI, ആ പേരിൽ തന്നെ ഒരു കൗതുകമുണ്ട്. നമുക്ക് ഒരുപാട് പോലീസ് കഥാപാത്രങ്ങൾ ഷാജുവിൻ്റെ പക്കൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിലും ഇത്രയും സൗമ്യനായ ഒരു കഥാപാത്രം, ഒരു പോലീസ് ഉദ്യോഗസ്ഥനായ, ഒരു കുടുംബസ്ഥനായ ഒരു കഥാപാത്രം വളരെ ത്രില്ലിങ്ങോടുകൂടി നമുക്ക് ഒരു സിനിമ എത്രത്തോളം സക്സസ്സായി നമുക്ക് ആ കഥാപാത്രത്തെ കൊണ്ടുപോകാൻ സാധിക്കുമെന്ന് ഷാജോൺ തെളിയിച്ചിരിക്കുകയാണ്. അതിലുപരി എനിക്ക് പറയാനുള്ള ഏറ്റവും വലിയൊരു കാര്യം വെച്ചാൽ ഈ സിനിമ കണ്ടപ്പോൾ മറ്റ് ദൃശ്യത്തിൻ്റെയൊക്കെ ഒരു പതിപ്പ് അല്ലെങ്കിൽ ദൃശ്യത്തിൻ്റെയൊക്കെ നമുക്ക് എത്രത്തോളം ആകാംക്ഷ നമുക്ക് കിട്ടുന്നു, അതേ ആകാംക്ഷ ഓരോ സീനിലും ഇതിൽ കിട്ടി എന്നുള്ളതാണ് എനിക്ക് തോന്നിയ ഒരു കാര്യം. വളരെ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ മൂവിയായി മാറിയിരിക്കുകയാണ്. ഷാജോൻ്റെ ഒരു കഥാപാത്രങ്ങൾ എടുക്കുന്നതിൽ ഏറ്റവും മികവാർന്ന ഒരു കഥാപാത്രമായി മാറിയിരിക്കുകയാണ്. ഒരു സീൻ പോലും നമ്മളെ ഒരു തരത്തിൽ ബോറടിപ്പിക്കില്ല. അത് ആകാംക്ഷ നിലനിർത്തിക്കൊണ്ട് തന്നെ അവസാന നിമിഷം വരെ പോയി എന്നുള്ളതാണ് ഒരു സംവിധായക മികവ് പുലർത്തിയിരിക്കുന്ന സനൂപ് സത്യൻ എന്നുള്ള മികവ് പുലർത്തിയിരിക്കുന്ന സംവിധായകൻ്റെ ഏറ്റവും ബെസ്റ്റ് മൂവിയായിട്ട് മാറി. താങ്ക് യു. കൂടെ സിനിമ കാണുക എന്ന് പറയുന്നത് അപ്പം വലിയ സന്തോഷം. താങ്ക് യു സോ മച്ച് എല്ലാവർക്കും. എല്ലാവരും നല്ല അഭിപ്രായം പറയുന്നുണ്ട്. എല്ലാവരും സിനിമ കാണൂ. ഈ വീഡിയോ കാണുന്ന എല്ലാവരും സിനിമ കാണാൻ വരുമെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. റോളും അതിനുണ്ട്. എങ്ങനെ കണ്ടിരുന്നു ഈ കഥ കേട്ടപ്പോൾ? കൊല്ലപ്പെടുന്നതിനോടോ? അതെ, അത് എപ്പോഴും ആസ് എൻ ആക്ടർ നമുക്ക് പെർഫോം ചെയ്യാനും നമുക്ക് റിലവൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് കിട്ടുക എന്ന് പറയുന്നത് സന്തോഷമുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ CID രാമചന്ദ്രൻ റിട്ടയർഡ് SI എന്ന് പറയുന്ന പടത്തിൽ സനൂപ് ഈ റോള് ഞാൻ തന്നെ ചെയ്യണം എന്ന് പറഞ്ഞത് കുറേ ഇൻ്റർവ്യൂസിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. അപ്പം ഞാനിങ്ങനെ ചോദിക്കുമായിരുന്നു അതെന്താ സനൂപ് എങ്ങനെയെന്ന്. പക്ഷേ സിനിമ കണ്ടു കഴിഞ്ഞപ്പം ആ ക്യാരക്ടറിൻ്റെ ഒരു വെയിറ്റേജും മൊത്തത്തിൽ അഭിനയിച്ച് കഴിഞ്ഞപ്പോഴും ഞാനിങ്ങനെ ഓക്കെ ഇതെങ്ങനെ വരും എന്ന് ഞാനും വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അപ്പോൾ അത് ഞാൻ ഇന്നാണ് കാണുന്നത്. ഞാനും നിങ്ങളുടെ കൂടെയാണ് ആദ്യമായിട്ട് കാണുന്നത്. അപ്പം ആ ഒരു ക്യാരക്ടറിൻ്റെ ഒരു വെയിറ്റേജൊക്കെ എനിക്ക് ശരിക്കും ഒന്നും കൂടെ ഇപ്പോഴാണ് മനസ്സിലായത്. എന്നതേ അവിടെ വിളിക്കുന്നുണ്ട്, ഞാൻ പോട്ടെ. താങ്ക് യു. എല്ലാവരോടും സിനിമ കാണുമെന്ന് തന്നെയാണ് പറയാനുള്ളത്. സിനിമ കാണൂ, ഞങ്ങളെ കുഞ്ഞു പടത്തിനെ സപ്പോർട്ട് ചെയ്യും.